ഗൈസ് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് ത്രോവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 കാർഡ്ബോർഡിൻ്റെ പീസ് ആവശ്യമുണ്ട്. 2 കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ 8 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളമുള്ളത് 2 കാർഡ്ബോർഡിൻ്റെ പീസ് അങ്ങനത്തെ വേണം. പിന്നെ വേറൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ട്, അത് 8 സെൻറ്റിമീറ്റർ വീതിയും 12 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാക്ക് ചെയ്യണം കാണാം. അപ്പോൾ ആ 8 മറ്റേ വലിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ടല്ലോ, 8 സെൻറ്റിമീറ്റർ വീതിയും 12 സെൻറ്റിമീറ്റർ നീളമുള്ള, അതിൻ്റെ 1.5 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഗൈസ്. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവീത്തെ പീസ് ആവശ്യമുണ്ട്. നമ്മൾ ഈ 2 കാർഡ്ബോർഡിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ വീതിയുള്ള 10 സെൻറ്റിമീറ്റർ നീളമുള്ള കാർഡ്ബോർഡിൽ നിന്ന് ഈ 2 നമ്മൾ മുറിച്ച് വെച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് അവിടെ ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ അവിടെ ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കണത്. നിങ്ങൾ ഏത് പശയിട്ടാൽ നല്ല ഉറപ്പുള്ള പശയിട്ട് ഒട്ടിക്കണം, കാരണം അവിടെ നല്ല ബലമൊക്കെ വരണതാണ്. അപ്പോൾ നല്ല ഉറപ്പിൽ വേണം അവിടെ നിൽക്കാൻ. നമ്മളവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നടുവീത്തെ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറാൻ പാകത്തിന് നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഷീൽഡ് നല്ലപോലെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒന്ന് ഒപ്പാക്കി കൊടുത്തത്. ഇനി നമുക്ക് ആ 8 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളമുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഒരു മൂടിയോ വല്ലതും എടുത്തിട്ട് അതിൻ്റെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, അതിന് ഭാഗത്തിൽ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ മൂടില്ലെങ്കിൽ വല്ല കുപ്പി നല്ല കട്ടിയുള്ളത് അതുപോലെ റൗണ്ടനെ വെച്ചിട്ട് അതുപോലെ അത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. നമുക്ക് മൂടിനെ വേണമെന്നില്ല, ഞാൻ പറഞ്ഞ പോലെ കുപ്പിയൊക്കെ മതി. അപ്പം നമുക്ക് അവിടെ നല്ല ഉറപ്പിൽ തന്നെ അത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഉറപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് പണി എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ശരിയാക്കി എടുത്ത ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും ഇത് കൊണ്ടുപോയി ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി 2 പീസുകൾ വലുതായി നിൽക്കുന്നുണ്ടല്ലോ, ആ നടുവീത്തെ അല്ലാണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ പണിയെന്ന് വെച്ചാൽ ഈ ഒരു 2 ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഈ നടുവീത്തെ ഇതും ഒട്ടിച്ച് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പിടിക്കുമ്പോൾ നല്ല ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റബ്ബർ ബാൻഡ് വഴി ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാണ്ടിരിക്കാനാണ് ഈ സംഭവം. നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് അവിടെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 2 റബ്ബർ ബാൻഡിൻ്റെ ആവശ്യമുണ്ട്. ഈ റബ്ബർ ബാൻഡ് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഗൈസ്. നമ്മളങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷീൽഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് കാർഡ്ബോർഡ് വഴി തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾ കണ്ടിട്ട് പോയി. നിങ്ങൾക്ക് ഇതിന് ഇഷ്ടമുള്ള പെയിൻറ്റുകളൊക്കെ കൊടുക്കാൻ പെയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വല്ല മേക്കിംഗ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്